Watch full episodes on Jio Hotstar. Slippaയി പോയല്ലോ. എന്റെ അമ്മോ, ബോൾ എടുക്കാണല്ലോ വരുന്നത്. ഇന്നവരുൺ നിന്റെ ബോൾ. ഗുഡ് ഗുഡ് മോർണിംഗ് കുട്ടികളെ. നിങ്ങളൊരു കാര്യം കേൾക്കൂ. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാൻ വിശ്രാംപൂർ പോവുകയാണ്. രുദ്ര, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ എല്ലാവരെയും നല്ലോണം നോക്കണം. ഷാക്കാൽ 24 മണിക്കൂറും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ എൻ്റെ പാലസിനെ ഷാക്കാൽ സെൻസസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഷാക്കാൽ സെൻസറോ? അതെന്താണ് മുത്തശ്ശ? ഒരുപക്ഷെ ഷാക്കാൽ പാലസിന്റെ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ നേർക്ക് ഫയറിംഗ് സ്റ്റാർട്ടാകും. ഇപ്പൊ കാണിച്ചു തരാം. ഹോലാരേ ഹോലാ, ഞാനാണ് സപ്പോല. ജയ്സിംഗിന്റെ ഈ പ്ലാനിങ് അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം മുത്തശ്ശ. ഷക്കാൽ എൻട്രി ആവുന്ന മുൻപ് തന്നെ മുത്തശ്ശൻ അവന് നോ എൻട്രി കൊടുത്തല്ലേ? മുത്തശ്ശ, നിങ്ങൾ വിഷമിക്കാതെ പോയിട്ട് വരൂ. എന്റെ ടാബ്ലറ്റിൽ ജയന്റ് ആകാനുള്ള ഒരു മാജിക് ഉണ്ട്. ഞാൻ ജയന്റായി മാറിയിട്ട് ഷാക്കാലിന്റെ എടുത്തിട്ട് ഓടിപ്പിക്കും. ദേ കുട്ടികളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. വേണ്ട രംഗീല, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. താങ്ക് യു. യെസ്, കിട്ടിപ്പോയി. സ്വയം എനിക്ക് ജയന്റായി മാറാനുള്ള മന്ത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മാജിക്കൽ ടാബ്ലറ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാ, ജയന്റായി മാറാൻ ഈ മന്ത്രം വായിച്ചിട്ട് റേസ് നമ്മുടെ മേലെ വീഴുന്നത് പോലെ നിൽക്കണം. റേസ് എങ്ങനെ എന്റെ മേലെ വീഴുന്നത് പോലെ നിൽക്കുന്നേ? കിട്ടിപ്പോയി. ഈ ട്രെയിലേക്ക് ഞാൻ റേസിനെ പകർത്താം. അത് റീബൗണ്ടായി എന്റെ മേലിലോട്ട് വന്ന് വീഴും. Agar bakar bombe bo, Polito Giant Creator. Agar bakar bombe bo, Polito Giant Creator. ഇതിപ്പോ സംഗതി ഗുരുമാലായെന്ന് തോന്നുന്നേ. എനിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ ടാബ്ലറ്റിന്റെ മാത്രം വേസ്റ്റ് ആണെന്നാ തോന്നുന്നേ. ഇത്രയും വലിയ പുല്ലുകളോ നമ്മുടെ ഗാർഡനിൽ? ഇതെങ്ങനെയാ വന്നത്? നമ്മളെന്താ ചെറുതായി പോയോ? എനിക്ക് തോന്നുന്നത് രംഗീല എന്തെങ്കിലും പുതിയ മാജിക് ട്രൈ ചെയ്ത് കാണും. അതിന്റെ സൈഡ് എഫക്ട്സ് ഇതൊക്കെ. ഓ നോ, ഗ്രാസ് വലുതായതല്ല, നമ്മളാണ് ചെറുതായിരിക്കുന്നത്. രംഗീല ജയന്റ് അവൻ ശ്രമിച്ചതായിരിക്കാം. അദ്ദേഹത്തിന്റെ മാജിക് റിവേഴ്സ് ആയി നമുക്ക് പാരയായിരിക്കാം. ഹോലാരേ ഹോലാ, ഞാനാണ് സപ്പോല. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഷാക്കാലിന് ഈ കാര്യം അറിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. രംഗീലയുടെ മാജിക് റിവേഴ്സ് ആയി മാറിയിരിക്കുകയാണ്. രുദ്ര, മായര, വരുൺ ഇവരെല്ലാവരും കട്ടുറുമ്പിന്റെ സൈസിലേക്ക് മാറിപ്പോയി. എന്ത് സത്യമാണോ സപ്പോള? എനിക്ക് ആ കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഷാക്കാൽ, ഇനി നീ നോക്കിക്കോ. ഞാൻ അവരെ 3 പേരെയും ഒരൊറ്റ നിമിഷം കൊണ്ട് വിഴുങ്ങിക്കളയും. അവരെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. സപ്പോള, അവരെ 3 പേരെയും നിന്റെ വായ്ക്കകത്താക്കി പിടിച്ചോണ്ടുവാ. എനിക്ക് ആ കാഴ്ച കാണാൻ വളരെയധികം കൊതി തോന്നുന്നു. വേഗം ചെല്ല്. ഞാനിതാ വേട്ടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞു.
മിനിറ്റ്. ആദ്യം നിങ്ങൾ ഒന്ന് സമാധാനിക്ക്. നോർമൽ സൈസ് ക്രിയേറ്റോ. രംഗിലിയുടെ മാജിക് ഇല്ലാതാവട്ടെ. ഞങ്ങളെ പഴയതുപോലെ മാറ്റ്. രുദ്ര, ഇവിടെ അടുത്തുനിന്ന് എവിടുന്നോ തവളന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതെന്തിനാ നമ്മളിങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒറ്റ നോട്ടത്തില് അത് നമ്മളങ്ങ് വിഴുങ്ങുമെന്നാ തോന്നുന്നേ. ഞങ്ങള് ലഞ്ചായിട്ട് കഴിക്കാൻ പോവാണ്. നല്ലോണം വലിച്ചു പിടിക്കുക, കൈ വിടല്ലേ. കൂടുതൽ എനിക്ക് വലിച്ചു പിടിക്കാൻ പറ്റില്ല. പുറത്തു വരാൻ ശ്രമിക്ക്. വരുൺ, പേടിക്കണ്ട. മുത്തശ്ശൻ പറയാനുള്ള കാര്യം ഓർമ്മിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയും. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്ക. നോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ശരീരം മുഴുവനും വൃത്തികേടാക്കി. ഹുലാരെ ഹുലാ, ഞാനാണ് സപ്പോല. മുന്നില് പാമ്പും പിന്നില് തവളയും. നമ്മുടെ ചുറ്റില് പാമ്പുകളാണല്ലോ. ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തൂ. സപ്പോലങ്കിൾ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളെ പിടിച്ചു കാണിക്കണ തവളേ. എടാ തടിയൻ തവളയെ, ഇവരാരെയും നീ തൊട്ടുപോരുത് പറഞ്ഞേക്കാം. ആണോ? എന്റെ ഇരിയെ നീ തട്ടിപ്പറിക്കാൻ ശ്രമിക്കാണല്ലേ? ആരെങ്കിലും ഈ തവളയോടൊന്ന് പറയ്. പാമ്പാണ് തവളയെ തിന്നാറ് പതിവ്. തവള പാമ്പിനെ തിന്നരുത്. എനിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഫ്ലൈറ്റ് ഷൂ അഴുകായത് കൊണ്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക. സോറി. സപ്പോള വലിയ ബുദ്ധിമാനെ പോലെ എന്നോട് സംസാരിച്ചു എന്നേ ഉള്ളൂ. രുദ്രയെയും ഫ്രണ്ട്സിനെയും വിഴുങ്ങിക്കളയുമെന്നാ വീം പഠിച്ചത്. അവസാനം എന്തായെന്ന് കണ്ടില്ലേ? അവനൊരു രാക്ഷസ തവളയുടെ പിടിയിൽ കുടുങ്ങിക്കെടുക്കുകയാ. കഷ്ടം. ശാക്കാൾ, അവനെ അയച്ചതിന് പകരം നിങ്ങൾക്ക് എന്നെ അയച്ചുകൂടായിരുന്നോ? സപ്പോള, നീ രുദ്രയെ വിഴുങ്ങാനെന്നും പറഞ്ഞല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്? അവസാനം നീ എന്തിനാ കുട്ടികളെ രക്ഷിച്ചത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഷാക്കാൽ? ജീവിതത്തിൽ ആദ്യമായിട്ട് അവരെന്നെ അങ്കിൾ എന്ന് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എമോഷണൽ ആയി പോയി. നിന്റെ ഇമോഷണൽ ഫീലിംഗ്സ് എല്ലാം ആദ്യം കൺട്രോൾ ചെയ്ത് വെക്കുക. രുദ്രയെയും അവന്റെ ഫ്രണ്ട്സിനെയും വിഴുങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അടുത്ത പ്രാവശ്യം അവര് നിന്നെ കണ്ടിട്ട് അപ്പൂപ്പ, അമ്മാവ, ചാച്ച എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നീ വെറുതെ ഇമോഷണൽ ആവരുത് സപ്പോള. മനസ്സിലായോടാ? മനസ്സിലായി ഷാക്കാൽ. കലക്കി മൈറ, അങ്കിൾ എന്ന് വിളിച്ച് കാര്യം സാധിച്ചല്ലോ. സപ്പോള തന്നെ വന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്തു. ആരെങ്കിലും എന്നെ ഒന്ന് വൃത്തിയാക്ക്. ആകെ ഒരു ദുർഗന്ധം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും നല്ല ഐഡിയ ആണ് ചെയ്തത്. വേഗം വരുൺ, നമുക്ക് വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് പോകണം. പിന്നീടുള്ള കാര്യങ്ങൾ അവിടെ നോക്കാം.
രുദ്ര, മരോ വരുൺ, അവരെ വിട. Thank you, രുദ്ര. ഫ്ലൈയിങ് സ്ക്വാഡിനെ വിളിക്കാം. മൈറ, നിനക്ക് തന്നെ പറക്കാൻ കഴിയുമല്ലോ, പിന്നെ എന്തിനാ എന്റെ കൈ പിടിച്ച് വലിക്കുന്നത്? Oops, sorry. ഓഹോ, ഇന്ന് നമുക്ക് ശരിക്കും പാർട്ടിയാണെന്ന് തോന്നുന്നത്. അവിടെ കണ്ടില്ലേ എത്ര ഫ്ലൈയിങ് ആൻസാ പറന്നു പോകുന്നത്. കളി കൊള്ളാം, നമ്മൾ രക്ഷപ്പെട്ടു. മൈറ, ഇതിൽ കൂടുതൽ നമുക്ക് പറക്കാൻ കഴിയില്ല. വേഗം താഴേക്ക് ചെല്ല്. ഹോലാരെ ഹോലാ, ഞാനാണ് സപ്പോല. എന്നെ പറ്റിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ നോക്കട്ടെ. വാ വാ. സപ്പോല ചേട്ടാ, ഒരു വലിയൊരു പക്ഷി ഞങ്ങളെ കഴിക്കാൻ വന്നോണ്ടിരിക്കോ. ഞങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കാം സപ്പോല ചേട്ടാ. ആ, എന്താ പറഞ്ഞ ചേട്ടാന്നോ? സപ്പോല ചേട്ടാ, നീ എന്നെ ചേട്ടാന്ന് വിളിച്ചോ? മൈര, എന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി അവനെ വക വരുത്തിട്ട് വരാം. വെൽഡൻ മൈറ, നിന്റെ എമോഷണൽ ഡ്രാമ വീണ്ടും വർക്കൗട്ടായി. മര്യാദക്ക് ഇവിടുന്ന് പോടാ. ആരെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കേ. എന്ത് മണ്ടത്തരമാടാ സപ്പോള നീ കാട്ടിക്കൂട്ടുന്നത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത്തവണയും ആരെങ്കിലും വന്ന് മാമ, ചിറ്റപ്പ, ചാച്ച എന്നൊക്കെ വിളിച്ച അത് കേൾക്കരുതെന്ന്. പിന്നെയും മണ്ടത്തരം ചെയ്തല്ലോടാ. അത് പിന്നെ ഷക്കാൽ, നിങ്ങൾ പറഞ്ഞത് മാമ, ചിറ്റപ്പ, അപ്പുപ്പ എന്ന് വിളിച്ചാൽ ശ്രദ്ധിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ അവൾ എന്നെ ചേട്ടാന്നാണ് വിളിച്ചത്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അത് കേട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഇമോഷണൽ ഫൂൾ ആയിട്ട് മാറി. ഐ എം സോറി. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. അവിടെയും ഇവിടെയും കറങ്ങിത്തിരിഞ്ഞ് നടന്ന് നിന്റെ ബുദ്ധിയും കറങ്ങിത്തിരിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി നിന്നെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം. ഷക്കാൽ, ഒരു പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങളുടെ മുഖം കണ്ടപാടെ അവിടെ നിന്ന് ഫയറിംഗ് സ്റ്റാർട്ട് ആകും. എന്റെ മുഖം കണ്ടെങ്കിലല്ലേ ഫയറിംഗ് നടക്കൂ. നമ്മളിപ്പോ എത്രയും വേഗം പാലസിന്റെ അകത്തേക്ക് പോയാ പറ്റൂ. മൈറ, വേഗം പറക്ക്, പാലസിന്റെ വാതിൽ അടയ്ക്കാൻ പോവാണ്. എന്റെ മൂക്കും പല്ലും എല്ലാം പോയെന്ന തോന്നേ. ഷക്കാൽ, ഇനി നിങ്ങൾ എങ്ങനെയാണ് അകത്തോട്ട് പോകുന്നത്? ഒരു വഴി അടഞ്ഞു പോയതുകൊണ്ട് എന്താടാ പ്രശ്നം? ഞാൻ മുകളിൽ കൂടെ അകത്തേക്ക് ചെല്ലും.
അതകത്തേക്ക് വന്നു. അത് നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അതകത്തെത്തി. നമുക്ക് നേരെ അതിനകത്തേക്ക് പോവാം. വേഗം പോ. ഈ ഫയറിംഗ് എങ്ങനെ തുടങ്ങിയത്? ഞാൻ മാജിക് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷകാൽ. രംഗില, രംഗില, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇങ്ങോട്ട്, ദാ ഇങ്ങോട്ട് നോക്ക്. ദാ ഞാൻ രുദ്രയാണ്. ദാ ഇങ്ങോട്ട് നോക്ക്. അല്ല ഇങ്ങോട്ട് സൗണ്ട് ആണല്ലോ ഇങ്ങോട്ട് നോക്ക്. നിന്റെ മുന്നിൽ നോക്ക്. രുദ്രേ, നീയോ? അല്ല, നീ എങ്ങനെ ഇത്രയ്ക്ക് അങ്ങ് ചെറുതായി പോയത്? എല്ലാം നിന്റെ മാജിക്കിന്റെ സൈഡ് എഫക്ട്സാ. ഞാൻ മാത്രമല്ല, മൈരയും വരുണും ചെറുതായി. വീണ്ടും ശരിക്കുള്ള മന്ത്രം പറഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെടുത്ത്. ഞങ്ങളുടെ ഒരു മാജിക്കും വർക്കൗട്ട് ആവുന്നില്ല. ഷക്കാലും വവ്വാലായി മാറി നമ്മുടെ പാലസിന്റെ അകത്തേക്ക് വന്നിരിക്കുക. കിട്ടിപ്പോയി. ഇതാണ് ആ മന്ത്രം. താഴെഭൂമി, മുകളിൽ ആകാശം, നടുക്കൊരു മരം ഉണ്ടാകട്ടെ. മൈര, നീ എന്ത് കാര്യം ചെയ്തത്? എന്നെ ട്രീ ആക്കി മാറ്റിയല്ലോ. സോറി, അതല്ലായിരുന്നു മന്ത്രം. സോറി വരുൺ. അന്തർ മന്ത്രം ജാതുക്കൾ അന്തർ നോർമൽ ക്രിയേറ്റോ. ഇതാണ് ആ മന്ത്രം. അബേസ്ക സബേസ്ക പുലിറ്റോ ജൈൻ ക്രിയേറ്റോ. രംഗില, നിങ്ങൾ പൊളിറ്റോ ജോയിന്റ് ക്രിയേറ്റോ എന്ന് പറയുന്നതിന് പകരം പൊളിറ്റോ ജോയിന്റ് ക്രിയേറ്റോ എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ടാണ് ആ മന്ത്രം നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് മാറിപ്പോയത്. രുദ്ര, മന്ത്രം കിട്ടിപ്പോയി. അബേസ്ക സബേസ്ക പുലിറ്റോ നോർമൽ ക്രിയേറ്റോ. ഞങ്ങള് ചെറുതാക്കിയ പോലെ ഷാക്കാലിനെയും ഒന്ന് ചെറുതാക്കി കാണിച്ചു കൊടുക്ക്. ഓക്കേ രുദ്ര. അബേസ്ക സബേസ്ക പുലിറ്റോ ജൈൻ ക്രിയേറ്റോ. ഷക്കാൽ, ഷക്കാൽ ചെറുതായി പോയോ? എന്റെ അമ്മോ! സപ്പോള, ഓടിക്കോ സപ്പോള. ഷക്കാൽ, രുദ്ര, ഞാൻ തിരിച്ചു വരും. എന്നോട് പകരം വീട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.